നമസ്കാരം. ഇന്ന് ബനാന ഫ്ലാംബെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്ലാംബെ എന്ന വാക്കിന്റെ അർത്ഥം ആൽക്കഹോൾ ഒഴിച്ച് കരിക്കുക എന്നുള്ളതാണ്. എല്ലാ ടൈപ്പ് ബെറീസ്, പീച്ച്, സ്റ്റീക്ക്, മഷ്റൂം ഇവയെല്ലാം നമുക്ക് ഫ്ലാംബെ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിവിടെ ബനാന ഫ്ലാംബെയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 2.5 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, 3 ചെറിയ ക്യൂബ് അൺസോൾട്ടഡ് ബട്ടർ, അതുപോലെ 1/4 കപ്പ് റമ്മാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം 3 ക്യൂബ് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇപ്പൊ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം സോസ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ബ്രൗൺ ഷുഗർ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പൊ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പട്ട പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാം ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നേന്ത്രപ്പഴം 2ആയി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേന്ത്രപ്പഴം അധിക സമയം ഇട്ട് ഫ്രൈ ഒന്നും ആക്കി എടുക്കണ്ട. ഈ സോസ് ഏത്തപ്പഴത്തിലാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഏത്തപ്പഴം കാരമലിന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ സോസ് ഒന്ന് പതയാൻ തുടങ്ങിയിട്ടുണ്ട്. സോസ് പതയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആൽക്കഹോള് ചേർത്ത് കൊടുക്കേണ്ടത്. വൈൻ ഒന്നും ചേർത്താൽ ഫ്ലാംബെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഫ്ലാംബെ ആവണമെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലായി വേണം. യൂഷ്വലായി റമ്മും വിസ്കി ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കാറ്. ഇത് വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൻ ചെറുതായി ചെരിച്ചു കൊടുത്ത് തീ ഉള്ളിലേക്ക് കയറ്റുക. ഇപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് എല്ലാം കത്തി തീർന്നിരിക്കുന്നു. ഇനി ഇതിൽ റമ്മിന്റെ ഫ്ലേവർ മാത്രമാണുള്ളത്. ഇതിന് ബനാന ഫോസ്റ്റർ എന്നും പറയാറുണ്ട്. ഫോസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥവും ആൽക്കഹോൾ ഒഴിച്ചതിന് ശേഷം അത് കത്തിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഡെസേർട്ടാണിത്. ഇത് വാനില ഐസ്ക്രീമിന്റെ കൂടെയാണ് സെർവ് ചെയ്യേണ്ടത്. അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് നമ്മുടെ ബനാനാസ് മാറ്റിയിട്ടുണ്ട്. ഇനി 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ ഐസ്ക്രീമിന്റെ മുകളിലായിട്ട് ബാക്കി വന്ന കുറച്ച് സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റുള്ള ഡെസേർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒപ്പം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.